ഹലോ ഗായ്സ്, വെൽക്കം ടു മെഡ് ഹെഡ്. അപ്പോൾ നമ്മൾ ടാബ്ലറ്റ്സിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് നോക്കുന്നത്. ഭയങ്കര സിമ്പിളായ ഭാഗമാണ് കേട്ടോ. എങ്ങനെ ടാബ്ലറ്റ് ഉണ്ടാക്കാം, നമ്മൾ വീഡിയോ പറഞ്ഞ സമയത്ത് ഒരുപാട് ഭാഗത്ത് ടാബ്ലറ്റ് എങ്ങനെ ഉണ്ടാക്കേണ്ടത്, ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. സോ ബേസിക്കായിട്ട് പറയുവാണെങ്കിൽ ടാബ്ലറ്റ് ഉണ്ടാക്കേണ്ട ബേസിക് പ്രിൻസിപ്പിൾ നമുക്കൊരു അപ്പർ പഞ്ച് ഉണ്ടായിരിക്കും, ലോവർ പഞ്ച് ഉണ്ടായിരിക്കും. സോ പൗഡർ നമ്മൾ കംപ്രസ് ചെയ്യുവാണ് ചെയ്യുക. സോ അങ്ങനെയാണ് ടാബ്ലറ്റ് ഉണ്ടാക്കി എടുക്കുന്നത്. ഓക്കെ അല്ലേ? സോ ഇൻ ദ ഹൈ സ്പീഡ് റോട്ടറി ടാബ്ലറ്റ് പ്രസ്സുകൾ ഉണ്ടായിരിക്കും. സോ അതിങ്ങനെ സർക്കുലേറ്ററി മൂവ്മെൻറ്റിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. പിന്നെ അതുമാത്രമല്ല, നമുക്ക് ഡൈയിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് അനുസരിച്ച് സൈസുകൾ മാറ്റാൻ പറ്റും. പിന്നെ നമുക്ക് ഹോപ്പർ ഉണ്ട്, ഫീഡ് ഫ്രെയിം ഉണ്ട്, ഡോസ് അഡ്ജസ്റ്ററുകളുണ്ട്, പിന്നെ കംപ്രസ് ചെയ്യുന്നുണ്ട്, എജക്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ടാബ്ലറ്റ്സ് കളക്ട് ചെയ്ത് മാറ്റുവാണ് ചെയ്യുക. സോ നോർമലി പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആദ്യം എന്ന് പറഞ്ഞാൽ ദ പൗഡർ ഈസ് ഫെഡ് ഇൻ ടു ഡൈസിലേക്ക് പൗഡർ ഇടുന്നു അറ്റ് വൺ പോർട്ട് ത്രൂ എ ഹോപ്പർ വഴി ഇടുക. ആൻഡ് ഫീഡ് ഫ്രെയിം, ഡോസ് അഡ്ജസ്റ്റഡ്, compressed, ejected and the tablet collected and another port. This process is required. സോ ഇത്രയുമാണ് പ്രോസസ്സ് വരിക. നമുക്കൊരു പിക്ചർ ഉണ്ട്, കാണിച്ചു തരാം. കണ്ടോ? സോ ഇവിടെ അപ്പർ പഞ്ച് കാണുന്നുണ്ട്, ഒരു ലോവർ പഞ്ച് ഉണ്ട്, അപ്പർ പഞ്ച് ഉണ്ട്, ലോവർ പഞ്ച് ഉണ്ട്. ഇതാണ് ഡൈ എന്ന് പറഞ്ഞാൽ പൗഡർ ഈ ഡൈക്കകത്ത് ഫില്ല് ചെയ്യുന്നുണ്ട്. സോ ഇത് ഇപ്പുറത്തേക്ക് മൂവ്മെൻറ്റ് വരുന്നു. സോ ലോവർ പഞ്ച് അപ്പർ പഞ്ചിൽ നിന്ന് എക്സസ് പൗഡറിനെ പുറത്തേക്ക് തള്ളിയതിനു ശേഷം അപ്പർ പഞ്ച് മൂവ്സ് ഇൻസൈഡ് ഡൈ ഫോഴ്സ് അപ്ലൈ ടു കംപ്രസ് പൗഡർ ഇൻ ടു ടാബ്ലറ്റ്. സോ എന്താ ചെയ്യുക, ഇവിടെ താഴെയുള്ള ലോവർ പഞ്ച് മേലേക്ക് തള്ളുമ്പം എക്സസ് ആയിട്ട് വരുന്ന പൊടികളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പുറത്തേക്ക് പോകും. പൊടികളല്ല, ഗ്രാനുവൽസ് പുറത്തേക്ക് പോകും. അതിനുശേഷം എന്താ സംഭവിക്കുക, അപ്പർ പഞ്ച് എന്ത് ചെയ്യുന്നു, അപ്പർ പഞ്ചും ലോവർ പഞ്ചും കൂടെ ഒരുമിച്ചൊരു കംപ്രഷൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ടാബ്ലറ്റ് ഫോം ചെയ്യുന്നു. എന്നിട്ട് എന്താ ചെയ്യുക, അപ്പർ പഞ്ച് മേലേക്ക് പോവും, അപ്പർ പഞ്ച് മേലേക്ക് പോവും, ലോവർ പഞ്ച് എന്ത് ചെയ്യുന്നു, മേലേക്ക് തള്ളി കൊടുക്കുക. അപ്പം ടാബ്ലറ്റ് പുറത്തേക്ക് വീഴും. ഞാൻ പറഞ്ഞു, ഈ അപ്പർ പഞ്ച് സമയത്തിന് കറക്റ്റ് ടൈമിൽ മേലേക്ക് പോയില്ലെങ്കിലാണ് ഡബിൾ ഇംപ്രഷനൊക്കെ ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. മാനുഫാക്ചറിങ് ഡിഫക്റ്റുകൾ കേട്ടോ. സോ ഇത്രയേ പറയാനുള്ളത്. സോ നമുക്ക് നോർമലി ഒരു എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ നമുക്ക് ടാബ്ലറ്റ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയാം. യൂണിഫോം ഫ്ലോ ഓഫ് ബ്ലെൻഡ് ഇൻ ടു ദ ഡൈ കാവിറ്റി ത്രൂ എ ഹോപ്പർ ആൻഡ് ഫീഡ് ഫ്രെയിം. നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഒരു യൂണിഫോം ആയിട്ടൊരു ഫ്ലോ ഉണ്ടായിരിക്കും. ഡൈ കാവിറ്റിയിലേക്ക് ഹോപ്പറും ഫീഡ് ഫ്രെയിം വഴിയിട്ടായിരിക്കും വരെ ഉണ്ടാവുക. ആൻഡ് നോൺ സെഗ്രിഗേഷൻ ഓഫ് പൗഡർ ബ്ലെൻഡ് ഇൻ ദ ഹോപ്പർ ആൻഡ് ഡ്യൂറിങ് ലോഡിംഗ് ഇൻ ദ ഡൈ കാവിറ്റി. കോമ്പാക്റ്റബിലിറ്റി ഓഫ് ദ പൗഡർ ഇൻ ദ ഡൈ കാവിറ്റി ഡ്യൂറിങ് ദ കംപ്രഷൻ. സോ ഇവിടെ നമ്മൾ ഈ ഡൈ കാവിറ്റിക്ക് അത് ഈ പൗഡർ വീഴുന്ന കാര്യങ്ങളില്ലേ. സോ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ്, നിങ്ങളൊന്ന് വായിച്ച് മാത്രം പോയാൽ മാത്രം മതിയാവും. ഇങ്ങനെ കാര്യമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നോൺ സ്റ്റിക്കിംഗ് ഓഫ് ദ പൗഡർ ബ്ലെൻഡ് ടു വാൾ ഓഫ് ദി ഡൈ സർഫസ് ഓഫ് പഞ്ചസ്. സോ എന്താ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. സോ പൗഡറൊന്നും സ്റ്റിക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ ആഡിക്കേറ്റുള്ള കൊഹേഷൻ ഓഫ് പൗഡർ ഉണ്ടായിരിക്കണം. പിന്നെ അത് മാത്രമല്ല, എന്താണ് കാര്യം, നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു സ്ട്രോങ് കംപ്രഷൻ കൊടുക്കുമല്ലേ. സോ സ്ട്രോങ് കംപ്രഷൻ കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമുക്ക് ഈ പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൗഡർ ഇൻ സെൻസ് ഗ്രാനുവൽസിന് ആ സ്ട്രോങ്നെസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കണം. അതുമാത്രമല്ല, അതിന് കംപ്രസ്സായി ടാബ്ലറ്റ് ആകാൻ സാധിക്കണം. സോ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. സോ പൗഡർ ഫ്ലോ ആൻഡ് കമ്പാക്റ്റബിലിറ്റി ആണ്. സോ ഇതിനകത്ത് നമുക്ക് ഇത്രയും ആവശ്യം വരുന്നില്ല, ജസ്റ്റ് എന്താണെന്ന് മാത്രം പറഞ്ഞു പോവാം. സോ പൗഡർ ഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഹോപ്പർ വഴിയിട്ടാണ് ആ പൗഡർ ഫ്ലോ കൂടുതൽ വരുന്നത്. സോ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും, എത്ര വേണം എങ്ങനെ വേണം എന്നുള്ളത് നിയന്ത്രിക്കാൻ പറ്റും. അതുമാത്രമല്ല, ഈ ഡൈക്കകത്ത് ഇനാഡിക്വേറ്റ് ഉള്ള പൗഡർ ഫ്ലോ ആണ് വീഴുന്നതെങ്കിൽ അത് ടാബ്ലറ്റിന് ബാധിച്ചേക്കാം. സഫീഷ്യൻ്റ് ആയ ഒരു ടാബ്ലറ്റ് നമുക്ക് കിട്ടിയെന്ന് വരില്ല, വെയിറ്റ് വേരിയേഷൻ ഉണ്ടായിരിക്കാം, ഡ്രഗിൻ്റെ കണ്ടന്റ് ഒരുപോലെ ആവണം എന്നില്ല, സ്ട്രെങ്ത് ഓർ ഹാർഡ്നെസ് കറക്റ്റ് ആവണം എന്നില്ല. സോ അതുകൊണ്ട് തന്നെ പൗഡർ ഫ്ലോ നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഗ്ലൈഡൻറ്റോ ലൂബ്രിക്കൻറ്റോ നമുക്ക് ഉപയോഗിക്കാം. സോ പൗഡറിൻ്റെ ഫോർമുലേഷൻ നമുക്ക് എൻഹാൻസ് ചെയ്യാനാണ്. സോ ഈ പൗഡർ ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ലൂബ്രിക്കൻറ്റോ ഗ്ലൈഡൻസോ ഒക്കെ ഉപയോഗിക്കാൻ നമുക്ക് പറ്റും. ഇനി അതുമാത്രമല്ല, ഇതാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനി പ്രോസസ് സച്ച് എസ് സ്പ്രേ ഡ്രൈയിങ്, ഫ്ലൂയിഡ് ബെഡ് ഗ്രാനുലേഷൻ ഓർ എക്സ്ട്രൂഷൻ, സ്ഫെർണൈസേഷൻ ഇൻക്രീസ് ദ സ്ഫെറിസിലിറ്റി ഓഫ് ദ ഗ്രാനുവൽ. സോ നമുക്ക് സ്പ്രേ ഡ്രൈയിങ്ങോ ഫ്ലൂയിഡ് ബെഡ് ഗ്രാനുലേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ഗ്രാനുവൽസിൻ്റെ സ്പെറിസിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. സോ അതുമാത്രമല്ല, ഇൻക്രീസിങ് ദ ഡെൻസിറ്റി ഓഫ് ഗ്രാനുവൽ സച്ച് എസ് ബൈ ഗ്രാനുലേഷൻ ഓൾസോ ഇംപ്രൂവ് ദ പൗഡർ ഫ്ലോ. സോ നമ്മൾ ഗ്രാനുലേഷൻ പ്രൊസീജിയറിൽ നമുക്ക് ഡെൻസിറ്റി എന്തുണ്ട്, ഒരു
ഫാക്ട് തന്നെയാണ്. സോ ഇൻക്രീസിങ് ദ ഡെൻസിറ്റി ഓഫ് ഗ്രാനുൾസ്. സോ ഗ്രാനുൾസിന്റെ ഡെൻസിറ്റി കൂട്ടി കഴിയുമ്പോൾ സംഭവിക്കുക, നമുക്ക് പൗഡർ ഫ്ലോ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. മോസ്റ്റ് പോപ്പുലർ മെത്തേഡ് ഇൻക്രീസിങ് ദ ഫ്ലോ പ്രോപ്പർട്ടി ഓഫ് ദ പൗഡർ ഇസ് ഗ്രാനുലേഷൻ. സോ നമ്മൾ ഗ്രാനുലേഷൻ ചെയ്യുമ്പോൾ, പൗഡറിനെ നമ്മൾ ഗ്രാനുലേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫ്ലോ പ്രോപ്പർട്ടി കൂടുതൽ കിട്ടുക എന്നുള്ളത് ഓൾറെഡി നമുക്കറിയാം, നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. സോ വിച്ച് ഡസ് നോട്ട് യൂസ് എൻ ഗ്രാനുലേറ്റിംഗ് ഫ്ലൂയിഡ് ഓർ എ വെറ്റ് ഗ്രാനുലേഷൻ. സോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഗ്രാനുലേറ്റിംഗ് ഫ്ലൂയിഡിൻ്റെയോ അല്ലെങ്കിൽ വെറ്റ് ഗ്രാനുലേഷൻ്റെയോ നമുക്ക് ആവശ്യം വരുന്നില്ല. സോ നമുക്ക് ഡ്രൈ ചെയ്ത് നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യും, ഗ്രാനുൾസ് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. ഇതൊക്കെ എക്സ്ട്രാ എന്ന് വായിച്ചോളൂ കേട്ടോ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ നമുക്ക് ഡിഫാം ലെവൽ ഇത്രയും മാത്രമേ ആവശ്യമുള്ളൂ. ഇനി compressibility is the property of forming a stable intact compact mass when pressure is applied. സോ നമുക്കറിയാമല്ലേ, സോ പ്രഷർ കൊടുക്കുന്നു, അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ടാബ്ലറ്റായി മാറണം അല്ലേ. സോ സം മെറ്റീരിയൽ കംപ്രസ് ബെറ്റർ ദൻ അതേഴ്സ് ഡു. Compressibility is an outcome of the extent of plastic deformation that a material can undergo combined with the cohesive force among the powder blend that will keep the material in the compressed state. സോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളിത് കംപ്രസ് ചെയ്യുമ്പോൾ അത് ആ ടാബ്ലറ്റ് ആയിട്ട് കംപ്രസ്ഡ് ഫോമിൽ തന്നെ അത് കണ്ടിന്യൂട്ട് ആയിട്ട് ഇരിക്കുക, അതിൻ്റെ കോസീവ് ഫോഴ്സ് അല്ലെ ആക്ട് ചെയ്യുക, പിന്നെ അതിലേക്ക് ഡീഫോമിറ്റി വരാതിരിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ടാബ്ലറ്റ് അസച്ചത് ത്രൂ ഔട്ട് പേഷ്യൻ്റെ കൺസെപ്ഷൻ വരെ ടാബ്ലറ്റ് എന്തായിരിക്കണം, ആ ടാബ്ലറ്റിൻ്റെ ഫോമിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കേട്ടോ. സോ ലോ എലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഈ ഡിഫോമിറ്റികൾ ഉണ്ടാവുക, ആ പ്ലാസ്റ്റിക് ഡിഫോമിറ്റീസ് ഉണ്ടാവുക, ഈ അഡ്ഹഷൻ ഉണ്ടാവാണ്ടിരിക്കുക, ഇതൊക്കെ ഒരു ഡിഫക്റ്റുകൾ തന്നെയാണ്. സോ പൗഡർ ഫ്ലോ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ടൈപ്പ് ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്സിൽ പറയുവാണെങ്കിൽ നമുക്ക് 3 തരത്തിലുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് കംപ്രഷൻ, സെക്കൻഡ് വൺ ഈസ് ഡ്രൈ ഗ്രാനുലേഷൻ ഓർ റോളർ കോമ്പാക്ഷൻ, ആൻഡ് തേർഡ് വൺ ഈസ് വെറ്റ് ഗ്രാനുലേഷൻ. സോ ഡ്രൈ ഗ്രാനുലേഷന് റോളർ കമ്പാക്ഷൻ എന്ന് പറയാറുണ്ട്. കുറേ ആൾക്കാർക്ക് അത് അറിയില്ല റോളർ കോമ്പാക്ഷൻ എന്താണെന്നുള്ളത്. സോ purpose of both wet and dry granulation is to improve the flow of the mixture and enhance its compression property by increasing particle size, density, sphericity. So normally നമുക്ക് ഡ്രൈ ഗ്രാനുലേഷനും വെറ്റ് ഗ്രാനുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫ്ലോ ഓഫ് ദ മിക്സ്ചർ ഇല്ലേ അത് കൂട്ടുക, അല്ലെങ്കിൽ എങ്ങനെ കൂട്ടുക, പാർട്ടിക്കിൾ സൈസ്, ഡെൻസിറ്റി, സ്പെറിസിറ്റി ഒക്കെ നമ്മൾ ബേസിക് ആയിട്ട് വെച്ച് അല്ലെങ്കിൽ അതൊക്കെ ഒരു ഘടകമാക്കി വെച്ചുകൊണ്ട് ഫ്ലോ പ്രോപ്പർട്ടി ഉണ്ടാക്കുക, കൂട്ടുക എന്ന് പറയുന്നതാണ് ഡ്രൈ കംപ്രഷനിലും വെറ്റ് ഗ്രാനുലേഷനിലും നടക്കുന്നത് കേട്ടോ. So the selection among these processes is based on the physicochemical properties of the API and raw material blend. So നമുക്ക് ഈ വെറ്റ് ഗ്രാനുലേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡ്രൈ ഗ്രാനുലേഷൻ ആയിക്കോട്ടെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് APIനെ കൂടെ കൺസിഡർ ചെയ്യണം, അതായത് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റിനെ കൂടെ കൺസിഡർ ചെയ്യണം. ഡയറക്റ്റ് കംപ്രഷൻ ചെയ്യുന്ന ഗുളികൾ ഓക്കെ ഫൈൻ, പക്ഷേ ഡ്രൈ ഗ്രാനുലേഷൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വെറ്റ് ഗ്രാനുലേഷൻ ചെയ്യുമ്പോഴോ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, APIന് ഒരു കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം. സോ ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ ഡ്രൈ കംപ്രഷൻ എന്ന് പറഞ്ഞു, സോറി ഡ്രൈ കംപ്രഷൻ അല്ല, ഡ്രൈ ഗ്രാനുലേഷന് വെറ്റ് ഗ്രാനുലേഷൻ ആണ് കേട്ടോ, അവിടെ പറഞ്ഞായിരുന്നു അങ്ങനെയാണെന്ന്. സോ സ്റ്റെബിലിറ്റി നമുക്ക് വളരെ അത്യാവശ്യമാണ് കേട്ടോ. സോ ബേസിക്കായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ വാട്ടറാണ് വെറ്റ് ഗ്രാനുലേഷൻ യൂസ് ചെയ്യുക കേട്ടോ. കാര്യം എന്തുകൊണ്ടാണ്, നമുക്ക് വാട്ടർ നമുക്ക് ഈസിലി കിട്ടുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് എക്കണോമിക് ആണ്. സോ ഫോർ എക്സാമ്പിൾ ഡ്രൈ ഗ്രാനുലേഷൻ മേ ബി പ്രിഫേർഡ് ഫോർ മോയ്സ്ചർ ഓർ ഹീറ്റ് സെൻസിറ്റിവിറ്റി API. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോ നമുക്ക് ഡ്രൈ ഗ്രാനുലേഷൻ നമുക്ക് എന്തിനു ചെയ്യാം, അത് മോയ്സ്റ്റ് കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ ചീത്തയായി ഡീഗ്രേഡ് പോകുന്ന സാധനങ്ങൾക്കോ അല്ലെങ്കിൽ ഹീറ്റ് സെൻസിറ്റിവിറ്റി, ഇപ്പം നമുക്കറിയാം തെർമോ സ്റ്റേബിൾ എന്നൊക്കെ പറയില്ല, അതേപോലെ തന്നെ ഹീറ്റ് സെൻസിറ്റിവിറ്റി ഒക്കെ ഉള്ള സാധനങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാം. സോ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഡയറക്റ്റ് കംപ്രഷൻ എന്താണ്. നമുക്ക് പേര് പറയുന്നത് ഡയറക്റ്റ്ലി കംപ്രസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. സോ ഇവിടെ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് പൗഡർ ബ്ലെൻഡ് ഹാസ് ആഡിക്വേറ്റ് ഫ്ലോ, കമ്പാക്റ്റബിലിറ്റി, കൊഹീഷൻ, ലോ സെഗ്രിഗേഷൻ പൊട്ടൻഷ്യൽ. സോ നോർമലി അത് പറഞ്ഞതുപോലെ തന്നെ സെയിം കാര്യമാണ്, സിംപ്ലസ്റ്റ് പ്രോസസ്സാണ്. സോ നമുക്ക് ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഡയറക്റ്റ്ലി മിക്സ് ചെയ്യുക, സിമ്പിൾ മിക്സിംഗ് ആയിരിക്കും, ഇൻഗ്രീഡിയൻറ്റ് ഡയറക്റ്റ്ലി കംപ്രസ് ചെയ്യുന്നു, പ്രസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഡയറക്റ്റ് കംപ്രഷനിൽ വരുന്നത് കേട്ടോ. സോ ഡ്രൈ ഗ്രാനുലേഷൻ നമുക്കറിയില്ല, ഞാൻ പറഞ്ഞു മോയിസ്റ്റിന് പ്രശ്നമുള്ളത് അല്ലെങ്കിൽ ഹീറ്റ് സെൻസിറ്റിവിറ്റി ഒക്കെ ഉള്ള സംഭവങ്ങളാണ് ഡ്രൈ ഗ്രാനുലേഷൻ ചെയ്യാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ഇവിടെ എന്തൊക്കെയാണ് പ്രിഫേർഡ് സർക്യൂംസ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ പൗഡർ ഫ്ലോ ഇമ്പോർട്ടൻ്റ് ആണ്, കൊഹീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ആൻഡ് സെഗ്രിഗേഷൻ പൊട്ടൻഷ്യൽ നീഡ് ടു ഇംപ്രൂവ് ബട്ട് കോമ്പാക്റ്റബിലിറ്റി ഈസ് ആഡിക്വേറ്റ്. ദ പ്രോസസ് ഇൻവോൾവ് കോമ്പാക്ടിങ് എ പൗഡർ ബ്ലെൻഡ്.
സോ നോർമലി ഇവിടെ പൗഡർ ബ്ലെൻഡിനെ കോമ്പാക്ടിങ് ചെയ്യാൻ ഡ്രൈ ഗ്രാനുലേഷൻ ഡ്രൈ ആണ്, അതായത് ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ഫ്ലൂയിഡി ഒന്നും ഉണ്ടാവില്ല എന്നർത്ഥം. സോ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, രണ്ട് പ്രോസസ്സുകളാണ്. ഒന്ന് സ്ലഡ്ജിങ് എന്ന് പറയും, സോ വിച്ച് ഇൻവോൾവ്സ് കംപ്രഷൻ യൂസിങ് ലാർജ് പഞ്ചസ് ആൻഡ് ഡൈ ഇൻ ടാബ്ലറ്റ് പ്രസ്. ഇവിടെ നമ്മൾ ലാർജ് പഞ്ചസുകളും ഡൈസും ആയിരിക്കും ഇവിടെ കംപ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക സ്ലഡ്ജിങ്ങിൽ കേട്ടോ. ഓർ റോളർ കോമ്പാക്ഷൻ ആണ്, വിച്ച് ഇൻവോൾവ് ഫോഴ്സിങ് ദ പൗഡർ ബ്ലെൻഡ് ബിറ്റ്വീൻ ടു കൗണ്ടർ റൊട്ടേറ്റിംഗ് റോൾസ് ആൻഡ് പ്രസ് ടുഗദർ അണ്ടർ ഹൈഡ്രോളിക് പ്രഷർ. സോ ഇവിടെ ഹൈഡ്രോളിക് പ്രഷർ ഉണ്ടായിരിക്കും. സോ ഒരു കൗണ്ടർ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള രണ്ട് റോൾസുകൾ ഉണ്ടായിരിക്കും, അതിനിടെ നമ്മൾ പൗഡറിനെ ഫോഴ്സ് ചെയ്യുക. ദിസ് സ്ക്വീസിങ് ദ പൗഡർ ബ്ലെൻഡ് ഇൻ ടു എ സോൾഡ് കേക്ക് ബിറ്റ്വീൻ റോളേഴ്സ്. സോ രണ്ട് റോളേഴ്സ് ഉണ്ടായിരിക്കും. സോ ഇതിങ്ങനെ സ്ക്വീസ് ചെയ്ത് പുറത്തേക്ക് വരികയാണ് ചെയ്യുക. സോ ബേസിക് ആയിട്ട് ഡ്രൈ ഗ്രാനുലേഷൻ ചെയ്യുമ്പോൾ ചെയ്യുന്ന രണ്ട് പ്രോസസ്സുകളാണ്. ദ ഫേസ്റ്റ് വൺ ഈസ് സ്ലഡ്ജിങ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് റോളർ കോമ്പാക്ഷൻ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ റോളർ കോമ്പാക്ഷൻ എന്ന് മനസ്സിലാക്കി വെക്കണം. ദ കമ്പാക്റ്റഡ് മെറ്റീരിയൽസ് മിൽഡ് ടു ഫോം ഗ്രാനുൾസ് വിച്ച് ആർ ജനറലി ലാർജ് ഇൻ പാർട്ടിക്കിൾ സൈസ്. ദെൻ സ്റ്റാർട്ടിംഗ് പൗഡർ ബ്ലെൻഡ് ദീസ് ഗ്രാനുൾസ് ആർ ദെൻ മിക്സ്ഡ് വിത്ത് എക്സ്ട്രാ ഗ്രാനുലർ എക്സിപ്പിയൻ ആൻഡ് കംപ്രസ്ഡ് ഓൺ ടാബ്ലറ്റ് പ്രസ്. സോ നമ്മൾ ഈ സ്ലഡ്ജിങ്ങും അല്ലെങ്കിൽ ഒന്നെങ്കിൽ സ്ലഡ്ജിങ് ഇല്ലെങ്കിൽ റോളർ കോമ്പാക്ഷൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് നമ്മൾ ടാബ്ലറ്റ് പ്രസ്സിലേക്ക് വെക്കുക. സോ ഇപ്പോൾ നമുക്ക് ഡിഫാം ലെവൽ ഗ്രേഡ് 2 ആണെങ്കിൽ എന്താ ഡ്രൈ ഗ്രാനുലേഷൻ, അവിടെ സ്ലഡ്ജിങ് ഉണ്ട്, റോളർ കോമ്പാക്ഷൻ ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് ഇച്ചിരി ബിഫാം ഡിഗ്രി ലെവലിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ സോ ഇവിടെ ഈ ബാക്കി താഴെ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. അതായത് എന്താണ്, കോമ്പാക്റ്റഡ് മെറ്റീരിയൽസ് മിൽഡ് ടു ഫോം ഗ്രാനുൾസ്. നോർമലി നമ്മൾ എന്താ ചെയ്യുക, ഇതിനെ ഗ്രാനുൾസ് ആക്കി മാറ്റും. വിച്ച് ജനറലി ലാർജ് ഇൻ പാർട്ടിക്കിൾ സൈസ് ഭയങ്കര വലുപ്പമുള്ളതായിരിക്കും. സൈസ് ദെൻ സ്റ്റാർട്ടിങ് പൗഡർ ബ്ലെൻഡ്. സോ ദീസ് ഗ്രാനുൾസ് ആർ ദെൻ മിക്സ്ഡ് വിത്ത് എക്സ്ട്രാ ഗ്രാനുലർ എക്സിപ്പിയൻ. സോ നമ്മൾ എന്താ ചെയ്യുക, ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഗ്രാനുലർ എക്സിപ്പിയൻസും കൂടെ ആഡ് ചെയ്യും, പിന്നെ നമ്മൾ കംപ്രസ് ചെയ്യാണ് ചെയ്യുക. സോ ഗ്രേഡ് 2 പഠിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ഈ സ്ലഡ്ജിങ്, റോളർ കമ്പാക്ഷൻ, ദെൻ ടാബ്ലറ്റ് പ്രസ് എന്ന് മാത്രം പഠിക്കുക കേട്ടോ. സോ ഇതൊക്കെയാണ് മെഷീൻസും കാര്യങ്ങളും ഒക്കെ കേട്ടോ, ഡ്രൈ ഗ്രാനുലേഷൻ ചെയ്യുന്ന മെഷീൻസൊക്കെ. സോ നെക്സ്റ്റ് വൺ പറയുവാണെങ്കിൽ വെറ്റ് ഗ്രാനുലേഷൻ ആണ്. നമുക്കറിയാമല്ലേ, വെറ്റ് ഗ്രാനുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പൗഡർ ഈസ് നോട്ട് വെരി ഹൈ. സോ നോർമലി പ്രിഫർ ചെയ്യുന്നത് എന്താണ്, പൗഡർ അധികം ഉണ്ടാവില്ല. കമ്പാക്റ്റബിലിറ്റി ഓഫ് ദ പൗഡർ ഈസ് നോട്ട് വെരി ഹൈ. ദർ ഇസ് എ നീഡ് ടു ഇംപ്രൂവ് ദ ഫ്ലോ കൂട്ടണം, കോഷൻ കൂട്ടണം, സെഗ്രിഗേഷൻ പൊട്ടൻഷ്യൽ കൂട്ടണം. സോ ഇത് നമുക്ക് ഓൾറെഡി എല്ലാത്തിലും റിപ്പീറ്റ് കാര്യം തന്നെയാണ്. ദ പൗഡർ ബ്ലെൻഡ് ഈസ് ലോഡഡ് ഇൻ എ ഗ്രാനുലേറ്റർ. സോ പൗഡർ ബ്ലെൻഡ് എന്ന് ചെയ്യുക ഒരു ഗ്രാനുലേറ്ററിലേക്ക് കൊടുക്കും, വെസൽ വിത്ത് എ റൊട്ടേറ്റിംഗ് ബ്ലേഡ് ടു മിക്സ് ദ പൗഡർ. സോ നോർമലി നമുക്കറിയാം ഈ കേക്കൊക്കെ മിക്സ് ചെയ്യുന്ന പരിപാടി കണ്ടിട്ടില്ലേ, ഒരു കേക്ക് മിക്സ് ചെയ്യണ അതിൻ്റെ ഒരു പടം ഞാൻ വരച്ച് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും. സോ ഇങ്ങനെ ഒരു പാത്രം ഉണ്ടായിരിക്കും, ഇന്നതൊരു മിക്സർ ഉണ്ടായിരിക്കും. സോ നമ്മളിത് എങ്ങനെ എടുത്ത് വെക്കും, എന്നിട്ട് നമ്മൾ പൗഡറൊക്കെ ഇട്ട് കൊടുക്കും, അത് മിക്സ് ചെയ്യുന്നില്ലേ, ആ ഒരു പരിപാടി തന്നെയാണ്. സോ വാട്ടറാണ് കൂടുതൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക വെഹിക്കിളായിട്ട്. സോ അല്ലാണ്ട് നോൺ അക്വസ് ലിക്വിഡ്സ് ഉപയോഗിക്കും കേട്ടോ, എത്തനോള് അതൊക്കെ നമ്മൾ നോർമലി ഉപയോഗിക്കാറുണ്ട്. സോ അതൊക്കെ ഡിപ്പെൻഡിങ് അപ്പോൺ എൻവയോൺമെൻറ്റൽ റീസൺസും കാര്യങ്ങളും സേഫ്റ്റിയും ഒക്കെ നമ്മൾ നോക്കിയിട്ടാണ്. സോ നോർമലി എത്തനോൾ ഇപ്പോൾ ഉപയോഗിക്കാറില്ല. സോ നോൺ അക്വസ് ഗ്രാനുലേറ്റിംഗ് ഫ്ലൂയിഡിൽ എത്തനോൾ നമ്മൾ ഉപയോഗിക്കാറില്ല, കാര്യം എത്തനോളൊക്കെ ഹൈലി ഇൻഫ്ലേമബിൾ ആണ്. സോ അതുകൊണ്ട് അത് ഉപയോഗിക്കാറില്ല. സോ ബേസിക്കലി വാട്ടറാണ് ഉപയോഗിക്കുക. നോൺ അക്വസ് സൊല്യൂഷൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, ഗ്രേറ്റ് കെയർ കൊടുക്കേണ്ട ആവശ്യം ഉണ്ട്, കാര്യം കത്തിപ്പോവാനൊക്കെ ചാൻസ് ഇല്ലേ. സോ granules, the formed granules are dried in tray or fluid bed dryer at moderately elevated temperature. So നമ്മളൊരു ടെമ്പറേച്ചറിൽ നമ്മൾ എന്താ ചെയ്യുക, ഇതിനെ നമ്മൾ ഉണക്കി എടുക്കുക ചെയ്യുക. ഡ്രൈഡ് ഗ്രാനുൾസ് ആൻഡ് ദെൻ മിക്സ്ഡ് വിത്ത് എക്സ്ട്രാ ഗ്രാനുലർ എക്സിപ്പിയൻസ്. സോ എക്സ്ട്രാ ഗ്രാനുലർ എക്സിപ്പിയൻസ് ആഡ് ചെയ്യും, ഇവിടെയും ആഡ് ചെയ്യുന്നുണ്ട്, കംപ്രസ് ചെയ്യുന്നു, ടാബ്ലറ്റ് പ്രസ് വെക്കുന്നു. ഇത്രയാണ് ഇവിടെയും ചെയ്യുന്ന പരിപാടികൾ. സോ ഇതും എളുപ്പമാണ്, ഗ്രാനുലേഷൻ എളുപ്പമാണ്. എനിക്ക് തോന്നുന്നു ബിഫാം ലെവലിൽ ചെയ്യുന്നവർ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ വെള്ളം ചേർത്ത് കുഴയ്ക്കുന്നു, അതിനുശേഷം സീവിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഗ്രാനുൾസ് ഉണ്ടാക്കി എടുത്തിട്ട് നമ്മൾ ഡ്രൈ ചെയ്ത് ടാബ്ലറ്റ് പഞ്ച് ചെയ്യുന്ന പരിപാടി എല്ലാവർക്കും അറിയാം. സോ മാനുഫാക്ചറിങ് അത്ര വലിയ മെനക്കെട്ട പരിപാടി ഇതാണോ. ഇവിടെ ഈ ഒരു മെഷീനിൽ കാണുമ്പോൾ അറിയാം, ഇതാണോ റോ പൗഡർ നമ്മളിവിടെ ആഡ് ചെയ്യുന്നു. അത് ഇവിടെ ഗ്രാവിറ്റി പ്രകാരം നമുക്കിവിടെ എക്സ്ട്രാ നെഗറ്റീവ് ഫോഴ്സ് ഒന്നും ഇല്ലല്ലോ. സോ ഗ്രാവിറ്റി പ്രകാരം ഇതിനകത്തേക്ക് വീഴുന്നു. ഇവിടെ ഹൈഡ്രോളിക് സിലിണ്ടർ ഉണ്ടോ, റോളർ ഉണ്ട്, അകത്തേക്ക് വരുന്നു.
സോ ഗ്രാനുൾസ് 1-2 ഫോം ചെയ്യുന്നു ആൻഡ് വൈബ്രേറ്ററി സീൽസ് ഉണ്ട്. സോ പ്രൊഡക്റ്റ് പുറത്തേക്ക് വരുന്നു. സോ ഇത് നോർമലി ഇത്രയും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു, ഗ്രാനുൾസ് ഫോം ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, പഞ്ച് ചെയ്യുന്നു. സോ ഇതാണ് ഈ പരിപാടിയാണ് ഇതിലുള്ളത്. സോ ലോ ഓർ ഹൈ ഷിയർ വെറ്റ് ഗ്രാനുലേഷനും ഉണ്ട്. പിന്നെ അതുമാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പിന്നെ ഫ്ലൂയിഡ് ഗ്രാനുലേഷൻ നോക്കണം, മോയിസ്റ്റ് ആക്ടിവേറ്റ് ഡ്രൈ ഗ്രാനുലേഷൻ നോക്കണം. സോ ഗ്രേഡ് 2 ലെവലുകാർ ഇത് പഠിക്കണ്ട, ഇത്രയും കാര്യം ഈ മൂന്നും പഠിക്കണ്ട. ബിഫാം ലെവലിൽ പഠിക്കുന്ന ആൾക്കാർ ഇവിടെ വരുന്ന ഡ്രൈയിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കണം. സോ ഗ്രേഡ് 2 ഉള്ള ആൾക്കാർ ഇതോടെ നിർത്തിക്കോളൂ, ഇങ്ങോട്ടേക്ക് പഠിക്കാൻ പോകണ്ട. സോ നെക്സ്റ്റ് ലോവർ ഹൈ ഷിയറിംഗ് വെറ്റ് ഗ്രാനുലേഷൻ ആണ്. സോ ഡിസൈൻ ഓഫ് ദ ഗ്രാനുലേറ്റർ വെറ്റ് ഗ്രാനുലേഷൻ കുഡ് ഇമ്പാക്ട് ലോ ഓർ ഹൈ ലെവൽ ഓഫ് ഷിയർ ടു ദ പൗഡർ ബ്ലെൻഡ് ആൻഡ് ടേം അക്കോർഡിംഗ്ലി. സോ നോർമലി ഇപ്പം ഗ്രാനുലേറ്ററിൻ്റെ ഡിസൈൻ അനുസരിച്ചിട്ടോ നോർമലി വെറ്റ് ഗ്രാനുലേഷൻ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് കൂടാം അല്ലെങ്കിൽ കുറയാം അല്ലേ, നോർമലി ഷിയറിങ്ങിൻ്റെ കാര്യത്തിൽ. സോ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഫ്ലാറ്റ് ബോട്ടം ബൗൾ ഗ്രാനുലേറ്റർ വിത്ത് ഹൊറിസോണ്ടൽ ബ്ലേഡ് ദാൻ മൂവ് ഇൻ എ സർക്കുലർ മോഷൻ അറ്റ് ദ ബട്ടൺ ഓഫ് ദ പൗഡർ ബെഡ് ലീഡ് ടു ഹൈ ഷിയർ where use of vertical blade is an oval bowl leading to low shear. സോ നോർമലി ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലേഡ് അനുസരിച്ചിട്ട് ഷിയറിങ്ങിൽ മാറ്റം വരാം. അതായത് ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, നമുക്കൊരു ബോട്ടം ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് താഴേക്ക് വരുന്ന റൗണ്ട് ബോട്ടം ആയിട്ടുള്ള ഒരു വെസൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ 2 തരത്തിലുള്ള ബ്ലേഡ് വെക്കുന്നുണ്ട്. സെൻട്രലിൽ നിന്നും വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേർട്ടിക്കലിയും വെക്കുന്നുണ്ട്. വേർട്ടിക്കൽ ബ്ലേഡും വെക്കുന്നുണ്ട്, ഹൊറിസോണ്ടൽ ബ്ലേഡും വെക്കുന്നുണ്ട്. സോ ആ സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഷിയറിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ഷിയറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നോർമലി ആ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ആ ഒരു ബ്ലേഡ് കൊടുക്കുന്ന ആ ഒരു സ്ട്രെസ് ഇല്ലേ, അത് ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലേഡുകൾ അതിൻ്റെ പൊസിഷൻസുകൾ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ എക്സ്റ്റെൻഡ് ഓഫ് ഷിയർ കൻ അഫക്ട് പൊറോസിറ്റി, കോമ്പാക്റ്റബിലിറ്റി, ഡെൻസിറ്റി ഓഫ് ഗ്രാനുൾസ്. സോ എപ്പോഴും ഷിയറിങ് എന്ന് പറയുന്നത് ഇത് ഉണ്ടാക്കുന്നതിൻ്റെ പൊറോസിറ്റി ആയാലും കോമ്പാക്റ്റബിലിറ്റി ഒക്കെ എന്താണ് വ്യത്യാസമായിട്ടിരിക്കും. സോ ലോ ഷിയറിങ് ഓഫ് ഗ്രാനുലേഷൻ ആണെങ്കിൽ പൊറോസിറ്റി കൂടും, കോമ്പാക്റ്റബിലിറ്റി കൂടും, ലോ ഡെൻസിറ്റി ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ലോ ആൻഡ് ഹൈ ഷിയറിങ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുവാണ് ചെയ്യുക കേട്ടോ. സോ ഷിയറിങ് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ബേസിക്കായിട്ട് ആലോചിക്കുക, ഷിയറിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ സ്ട്രെസ് അല്ലെങ്കിൽ ഇതിന് കൊടുക്കുന്ന പ്രഷർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ഇത് കാരണം എന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നു എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കി വയ്ക്കുക. സോ നെക്സ്റ്റ് വൺ നോക്കേണ്ട എന്താണ്, ഫ്ലൂയിഡ് ബെഡ് ഗ്രാനുലേഷൻ ആണ്. സോ ഫ്ലൂയിഡ് ബെഡ് ഗ്രാനുലേഷൻ ഇൻവോൾവ് ദ സ്പ്രേയിങ് ഓഫ് ദ ഗ്രാനുലേഷൻ ലിക്വിഡ് ഓൺ ദ ഫ്ലൂയിഡൈസ്ഡ് ബെഡ് പൗഡർ ബെഡ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഫ്ലൂയിഡൈസ്ഡ് പൗഡർ ബെഡ് ഉണ്ടായിരിക്കും, അതിലേക്ക് എന്താ ചെയ്യുക, നമ്മൾ ഗ്രാനുലേറ്റിംഗ് ലിക്വിഡ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. ആ സമയത്ത് ഡ്രൈ ആയി എടുക്കുന്ന പരിപാടിയാണ്. സോ ഇവിടെ എന്താ ചെയ്യുക, ഇൻ ദ പ്രോസസ് ദ ഇവാപ്പറേഷൻ ഓഫ് ദ ഗ്രാനുലേറ്റിംഗ് ലിക്വിഡ് ഈസ് കൺകറന്റ് വിത്ത് ദ ഗ്രാനുലേഷൻ ഓഫ് ദ പൗഡർ ബ്ലെൻഡ്. സോ നോർമലി അറിയില്ല, ഇവാപ്പറേഷൻ നടക്കും, പെട്ടെന്ന് സഡൻ ക്വിക്ക് ഇവാപ്പറേഷൻ നടക്കുക. സോ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. So normally well controlled and lead to generation of granules which are more porous, less dense and more uniform in shape and size. So fluid bed granulation ചെയ്യുമ്പോൾ നമുക്കുള്ള അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞുതരാം. ദ ഫേസ്റ്റ് വൺ ഈസ് ലെസ് ഡെൻസ് ആയിരിക്കും ആൻഡ് മോർ യൂണിഫോം ഇൻ ഷേപ്പ് ആൻഡ് സൈസ് ആയിരിക്കും. ഈ 2 പോയിന്റ് നോക്കുക കേട്ടോ. പിന്നെ പ്രോസസ്സ് അറിയാമല്ലോ, ഡ്രൈയിങ് സ്റ്റെപ്പാണ് വരുന്നത്. നോർമലി എന്താ വെച്ചാൽ ഇവാപ്പറേറ്റിംഗ് ആണ് ബേസിക് പ്രിൻസിപ്പിൾ അടക്കുക. സോ ലിക്വിഡ് കോൺസെൻട്രേറ്റുകൾ എന്താ ചെയ്യുക, ഇതിലേക്ക് കൊടുക്കും, അതനുസരിച്ച് ഇവാപ്പറേറ്റ് ആവുകയാണ് ചെയ്യുക. സോ ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ, മനസ്സിലാക്കി വയ്ക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മോയ്സ്ചർ ആക്ടിവേറ്റഡ് ഡ്രൈ ഗ്രാനുലേഷൻ ആണ്. സോ ഇത് മിക്കവാറും പഠിക്കലുണ്ടായിരിക്കില്ല, സോ എക്സ്ട്രാ സോഴ്സിൽ കണ്ടാൽ മതി. Other process commonly employed for preparing powder blend for compression involves a combination of 3 basic processes. So normally ഇവിടെ 3 principles യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ MADG involves അതായത് മോയ്സ്ചർ ആക്ടിവേറ്റ് ഡ്രൈ ഗ്രാനുലേഷൻ ഇൻവോൾവ്സ് സ്പ്രേയിങ് ഓഫ് മിനിമം എമൗണ്ട് ഓഫ് വാട്ടർ ഓൺ ദ പൗഡർ ബ്ലെൻഡ് ബിഫോർ കംപ്രഷൻ ടു ഇംപ്രൂവ് പൗഡർ അഡ്ഹഷൻ. അതായത് നമ്മൾ ഈ കംപ്രഷന് മുന്നേ കുറച്ച് വെള്ളം മാത്രം എന്തെങ്കിലും സ്പ്രേ ചെയ്യുള്ളൂ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇംപ്രൂവിങ് പൗഡർ അഡ്ഹഷൻ, പൗഡർ നന്നായിട്ട് അഡ്ഹർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതായത് ഇതൊരു എക്സ്ട്രാ പോർഷൻ ആണ്
നോർമലി എന്താണ് നമ്മൾ ചെയ്യുന്നത് പൗഡർ ബ്ലെൻഡിന് നല്ല നമ്മൾ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്, അതായത് ഇവിടെ പറയുന്നുണ്ട് കോമൺലി എംപ്ലോയ്ഡ് ഫോർ പ്രിപ്പയറിങ് പൗഡർ ബ്ലെൻഡ്സ്. സോ പൗഡർ ബ്ലെൻഡുകൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മോയ്സ്ചർ ആക്ടിവേറ്റഡ് ഡ്രൈ ഗ്രാനുലേഷൻ ചെയ്യുന്നത്. അതായത് ഡ്രൈ ഗ്രാനുലേഷൻ ആണ്, എന്നാൽ ഇവിടെ എന്ത് ചെയ്യുന്നു, മോയ്സ്ചർ കൊണ്ട് ആക്ടിവേറ്റ് ചെയ്യുന്നു. അതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നു, നമ്മൾ ഒന്ന് എന്താണ് കംപ്രഷന് മുന്നേ ഒരു മിനിമൽ എമൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും, വെള്ളം സ്പ്രേ ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കുക, മോയ്സ്ചർ ആക്ടിവേറ്റ് ആണ്. ഇതൊരു ഡ്രൈ ഗ്രാനുലേഷൻ പ്രോസസ്സാണ്. ഞാൻ പറഞ്ഞു ഇവിടെ എന്തുണ്ടാവില്ല, വാട്ടറിൻ്റെയോ അല്ലെങ്കിൽ ഒന്നിൻ്റെയും പ്രസൻറ്റ് ഉണ്ടാവില്ല. കാര്യം എന്താണ്, മോയ്സ്ചർ തട്ടിയാലോ അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യുന്ന ഡ്രഗ് ആയിരിക്കാം. സോ ഇവിടെ എന്താ ചെയ്യുക, നമ്മൾ ഡ്രൈ ഗ്രാനുലേഷൻ മീൻസ് നമ്മൾ കംപ്രഷന് മുന്നേ വെള്ളം അടിച്ചിട്ടൊന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നു, ആ പരിപാടി മാത്രമാണ് കേട്ടോ. സോ ദ ലാസ്റ്റ് വൺ ഈസ് കണ്ടിന്യൂസ് ഗ്രാനുലേഷൻ. സോ കണ്ടിന്യൂസ് ഗ്രാനുലേഷനിൽ എന്താ ചെയ്യുക, മിനിമൈസ് മെറ്റീരിയൽ ട്രാൻസ്ഫർ ആൻഡ് എനേബിൾ ഫ്ലെക്സിബിലിറ്റി ഓഫ് ബാച്ച് സൈസ്. കണ്ടിന്യൂസ് പ്രോസസ് ആർ ബേസ്ഡ് ദ ടണൽ ഓർ ചാനൽ ഓഫ് പൗഡർ flow the sequential portion where different steps process such as water addition, drying, milling in case of wet granulation. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് സാധനം എടുക്കുന്നു, പിന്നെ അതിനെ ഗ്രാനുവൽസ് വെക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് സംഭവങ്ങൾ എടുക്കുന്നു, പിന്നെ കംപ്രസ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് എടുക്കുന്നു, പിന്നെ ടാബ്ലറ്റ്സ് ഫോം ചെയ്യുന്നു, പിന്നെ ടാബ്ലറ്റ്സിനാണെങ്കിൽ ബാച്ചായിട്ട് തിരിച്ചതിന് ശേഷം പാക്ക് ചെയ്യാൻ സമയം എടുക്കുന്നു. ഇത്രയും സംഭവങ്ങൾ ഒരു മെഷീനകത്ത് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം എളുപ്പമായിരിക്കും. സോ ഇതാണ് കണ്ടിന്യൂസ് ഗ്രാനുലേഷൻ. സോ നമുക്ക് പൗഡർ ഇട്ട് കൊടുത്താൽ മതി, ബാക്കിയെല്ലാം ആഡ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഈ ഗ്രാനുലേഷന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടാബ്ലറ്റ് പഞ്ച് ചെയ്യാൻ കൂടെ മെഷീൻ ആഡ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ടാബ്ലറ്റ് പ്രോസസ്സ് ഉണ്ടാക്കാൻ പറ്റും. സോ കണ്ടിന്യൂസ് ഗ്രാനുലേഷൻ വെച്ചാൽ നമുക്ക് മിക്സിങ് മുതൽ ഗ്രാനുവൽസ് ഫോം ചെയ്യുന്ന വരെയുള്ള എല്ലാ പ്രോസസ്സും ഒരൊറ്റ സ്റ്റെപ്പ് ചെയ്യും. ഇതിൻ്റെ കൂടെ നമുക്ക് ടാബ്ലറ്റ് കംപ്രഷൻ്റെ മെഷീനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ഫുള്ളി കംപ്ലീറ്റഡ് ഓപ്ഷൻസ് ആക്കാനും പറ്റും. സോ ഈ രണ്ട് കാര്യങ്ങളാണ് കണ്ടിന്യൂസ് ഗ്രാനുലേഷനിൽ. സോ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ഡീപ്പായിട്ട് പഠിക്കുക, കാര്യം ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. സോ നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ആയിട്ട് കാണാം. ബൈ.